ഹലോ ഗായ്സ്, ബൈജീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാണ്. നമ്മുടെ സൊണാലി നാടനെ കുറിച്ച് തന്നെയാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നാടൻ കോഴി, കാപ്പിരി, പീക്കിരി, ഗ്രാമപ്രിയ അങ്ങനെയുള്ള കോഴികളെ നമ്മൾ കൂട്ടിന് ചെറിയ കൂട്ടിലായിരുന്നു. അതുങ്ങളൊക്കെ ഇപ്പോൾ പുറത്തോട്ട് ഇറക്കി വലിയ കുറച്ചുകൂടി സ്പേസുള്ള കൂട്ടിലോട്ടാണ് മാറ്റിയേക്കുന്നത്. അപ്പോൾ അവർ കൂടുമായിട്ട് ഇണങ്ങുകയും അതായിട്ട് റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സൊണാലി നാടൻ അവരെയും കൂടി അങ്ങോട്ട് പുറത്തോട്ട് ഇറക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവരെ പുറത്തോട്ട് ഇറക്കാൻ കൂടി ഞാൻ തുറന്നിട്ടേക്കണം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാനായിട്ട് മടിയാണ് എല്ലാവർക്കും. അവർ കുറേ കാലമായിട്ട് ആ കൂട്ടിനുള്ളിൽ തന്നെ കിടന്നതിൻ്റെ പേരിൽ ഇറങ്ങി പോരാനായിട്ടൊരു മടി. നമ്മൾ തുറന്നിട്ട് കഴിഞ്ഞാലും പിന്നെയും കയറുങ്ങണ്ട, പിന്നെയും കയറും, പിന്നെ ഇറങ്ങും, പിന്നെയും കയറും, പിന്നെ ഇറങ്ങും. അപ്പോൾ അവരുടെ കൂടെ അത് തന്നെയാണ്. അവരുടെ ആ കുറച്ച് കാലമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കണതിൻ്റെ പേരിൽ അവർക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറാനാണ് ഇഷ്ടം. ഇപ്പോൾ മറ്റുള്ള കൂടുകളിലുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർ പുറത്തോട്ട് ഇറങ്ങിയാലും തിരിച്ചു വന്ന് അതിനകത്തോട്ട് തന്നെ കയറാൻ നോക്കും. അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവർ ഇങ്ങനെ വാതിലേം തുറന്നിട്ടേക്കണം. പക്ഷെ എന്നിട്ടും പുറത്തോട്ട് ഇറങ്ങാനുള്ള ഇതില്ല. കൂടിൻ്റെ ഉള്ളിൽ ഏകദേശം 2 അടി വീതിയും 1 മീറ്റർ നീളമുള്ളൂ. ഇപ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ട വീഡിയോ സൈഡിൽ നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ കേട്ടോ, അത്രേ ഉള്ളൂ ആ കൂടിൻ്റെ ഉള്ളിൽ. അതായത് കുഞ്ഞുങ്ങളെ നമുക്കൊരു 1-2 ആഴ്ചയൊക്കെ ഇടാം. ഒരു 50 കുഞ്ഞിനൊക്കെ അതിൻ്റെ ഉള്ളിലിട്ട് 1-2 ആഴ്ചയൊക്കെ ഇട്ട് വളർത്താം. 2-3 ആഴ്ചയൊക്കെ ഇട്ട് വളർത്താം, അത്രേ ഉള്ളൂ. അതേസമയം ഈ സൊണാലി നാടൻ അതിൻ്റെ വലിയ നിങ്ങൾ 3 ആഴ്ച 4 മാസം, ഇതിപ്പോൾ 1 മാസം അടുത്തായിട്ടുണ്ട് ഇതുങ്ങൾ. പക്ഷെ ഇതുങ്ങൾ 1 മാസത്തിന് മേലായിട്ടുണ്ട്. ഇതുങ്ങൾ ചെറുതായിരിക്കുള്ളൂ. 1 മാസത്തിന് മേലെ കോഴിക്കുഞ്ഞിന് നമ്മുടെ നാടനോ അല്ലെങ്കിൽ മറ്റുള്ള കോഴികളൊക്കെ 1 മാസത്തിന് മേലെ ഇതൊക്കെ ഇതിനേക്കാൾ വലുതായിരിക്കും. ഇത് ചെറുതായതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയത്. അതിപ്പോൾ ഇവർ ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറക്കിയാണ്. ഇവരാകെ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ആകെ പ്രശ്നക്കാരാണ്. ഇതുവരെയായിട്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ ചെറിയ കൂട്ടി കിടന്നിട്ടും ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇല്ല. വളരെ ഉഷാറാണ്, വളരെ ഉത്സാഹത്തോടെയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളാണ്. എല്ലാത്തിനും നല്ല ആക്റ്റീവാണ് കോഴിക്കുഞ്ഞുങ്ങൾ. ഞാനിവിടെ വലിയ കാര്യമായിട്ടുള്ള മരുന്നുകളോ മറ്റു കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. എൻ്റെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊന്നും ഞാൻ മരുന്നോ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ മറ്റുള്ള വീഡിയോയിൽ കാണുന്ന പോലെ വാക്സിനേഷൻ അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും കോഴിക്കുഞ്ഞുങ്ങൾ ചെയ്യാറില്ല. സാധാരണ നമ്മൾ കൂട്ടിലിട്ടോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് അയച്ചിട്ട് വളർത്തുന്നു അതുപോലെ തന്നെയാണ് നമ്മളിവിടെ വളർത്തുന്നത്. നമുക്കിവിടെ കൂട്ടിലിട്ട് വളർത്താനുള്ള സ്ഥലപരിമിതികളേ ഉള്ളൂ. ഒരു 3 സെൻറ്റ് സ്ഥലമാണ് എനിക്ക് ഈ കോഴി വളർത്തലും കൃഷിയും പച്ചക്കറി കൃഷിയും വാഴ കൃഷിയൊക്കെ ആയിട്ട് 3 സെൻറ്റ് സ്ഥലമാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സ്പേസിൽ ഒതുക്കിയിട്ടാണ് ഇതിനെ വളർത്തണം. അധിക വരുമാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു പരിപാടിയാണ് ഞാനീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ വലിയ ലാഭത്തിനോ വലിയ കൊമ്പോ ഒന്നും കിട്ടുന്ന വിധത്തിലുള്ള പരിപാടിയല്ല. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നൊരു ചെറിയൊരു വരുമാനം കിട്ടുമ്പോൾ അതൊരു ആശ്വാസമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോഴി വളർത്തലിലോട്ട് ഇറങ്ങിയത്. പിന്നെ നേരം പോക്കും ഹോബി മറ്റ് കാര്യങ്ങളിലോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഹോബിയുമാണ്, നേരം പോക്കുമാണ്. അപ്പോൾ അങ്ങനെ ആയിട്ടാണ് ഞാൻ കോഴിക്കുഞ്ഞിനെ വളർത്തുന്നത്. അപ്പോൾ കൂട്ടിലോട്ട് കയറിയതൊക്കെ ഇറങ്ങാതെ ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് കയറിയൊക്കെയാണ്. വീഡിയോ പിടിക്കണത് ഞാൻ തന്നെയാണ്, എഡിറ്റ് ചെയ്യണത് ഞാൻ തന്നെയാണ്, നിങ്ങളെ പുറത്തോട്ട് ഇറക്കണത് ഞാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും പുറത്തോട്ട് ഇറക്കണം. ഇറങ്ങണില്ല, നിങ്ങൾ ഇറങ്ങണ്ടായി കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും അങ്ങോട്ട് ഇറക്കി പുറത്തോട്ട് ഇറക്കി തള്ളി ഇറക്കി വിടണേണ്. അതായത് പുറത്തോട്ട് ഇറങ്ങി അങ്ങാടും ഇങ്ങോട്ട് കിടന്ന് ഓടണം. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് പറഞ്ഞോളൂ. അപ്പോൾ നമ്മുടെ മറ്റുള്ള ടീംസ് ഇവിടെ കിടപ്പുണ്ട്. നാടൻ കാപ്പിരി, പീക്കിരി, തൊപ്പി, നാടൻ, സീഡ് ക്രോസ്, ഗ്രാമലക്ഷ്മിയൊക്കെ ഉണ്ട്. ഒരു സൈസ് വ്യത്യാസം കണ്ട. ഇവരൊക്കെ 2 മാസത്തിന് ആയ കോഴിക്കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ 2 മാസത്തിനടുത്തായിട്ടുണ്ട്. മറ്റത് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതുങ്ങൾ. പക്ഷെ സൈസിന് ഭയങ്കര ഡിഫറൻ്റ് ഉണ്ട് ഇതുങ്ങൾ തമ്മിലുള്ള. നിങ്ങൾ തീരെ പേട്ട കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കുന്നത്. പക്ഷെ ഭയങ്കര ആക്റ്റീവാണ്. പറന്ന് കയറും ഇതുങ്ങൾ. എവിടെ വേണമെങ്കിൽ പറന്ന് കയറണം. എപ്പോഴും ആക്റ്റീവാണ്. എന്ത് കൊടുത്തു കഴിഞ്ഞാലും നല്ലതുപോലെ തിന്നോളും. നിങ്ങൾക്ക് അങ്ങനെ ഇന്നത് കിട്ടണോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ശരിക്കും വയറിറച്ച് തിന്നാൻ ചെയ്യും. ഒരു കുഞ്ഞിനാണെന്ന് വെറുതെ പിടിച്ചു വയ്ക്കുന്നത്. ഇതിങ്ങനെ പിടിച്ചിങ്ങനെ തടവിക്കാൻ നല്ല രസമാണ് പിടിക്കാനൊക്കെ കുഞ്ഞുങ്ങളെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ പോത്തിനെ വളർത്തണത്, പട്ടി വളർത്തണത്, പൂച്ച വളർത്തണത് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കോഴീനെ വളർത്തുന്നതും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എനിക്കിപ്പോൾ വരുമാന മാർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് തുടങ്ങിയത്. ഒരുപാട് നഷ്ടങ്ങളിലെ കൂടെ ഞാൻ കടന്നു വന്നത്. ഇപ്പോഴാണൊന്ന്
വലിയ തെറ്റില്ലാത്ത രീതിയിൽ, വലിയ ലാഭമൊന്നുമല്ല, എന്നിരുന്നാലും ഒരു തെറ്റില്ലാത്ത രീതിയിൽ ഇപ്പോഴാണൊന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതും ലാഭകരം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയ ഇടക്കാല ആശ്വാസം പോലെ നമുക്കൊരു എന്താ പറയണത്, നമ്മളൊരു സോപ്പ് മേടിക്കുമ്പോൾ ഒരു ബ്രഷ് ഫ്രീ കിട്ടണ പോലെ നമ്മളിപ്പം ജോലിക്ക് പോകുന്നുണ്ട്, അതിനിടയിൽ ഇതിൽ നിന്നൊരു ചെറിയ വരുമാനം കിട്ടുമ്പോൾ അതൊരു സന്തോഷം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ആദ്യ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇതിനെ വളർത്തുന്നത്. ചെറിയൊരു വരുമാനം എക്സ്ട്രാ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ സൊണാലി നാടൻ്റെ വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ സൊണാലി നാടൻ ഇപ്പോൾ ഇറക്കിയപ്പോൾ ഇതിപ്പോൾ വലിയ കൂടാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 18 അടിയോളം നീളമുണ്ട് ഇതിന്. 18 അടി നീളവും വീതി 6 അടി വീതിയുണ്ട് ഇതിന്. 7 അടിയോളം വീതിയുണ്ട്, 18 അടിയോളം നീളവുമുണ്ട്. അപ്പോൾ അതിനകത്തോട്ടാണ് ഇപ്പോൾ എല്ലാവരെയും കൂടി മാറ്റിയേക്കണത്. ഇവരൊരു ടീമായിട്ട് ഒരു സൈഡിലും നിൽക്കുകയാണ്. സൊണാലി നാടനൊക്കെ ഒരു സൈഡിലും മറ്റവർ വേറെ സൈഡിലും പോയി നിൽക്കുകയാണ്. അപ്പർ സൈഡിൽ, അങ്ങേറ്റ സൈഡിൽ കേട്ടോ, അപ്പർ സൈഡിലാണ് അവരൊക്കെ വലിയ ടീം അവർ പോയി നിൽക്കുന്നത്. ഇവർ ഇവിടെ 1-2 പേരൊക്കെ അവിടെ ചെല്ലണ്ട് പിടിച്ച് കൊത്തണമുണ്ട് അവർ. അത് കുറച്ച് ദിവസത്തൊക്കെ ഉണ്ടാവും ഒരു പോര്. അത് കഴിയുമ്പോഴേക്കും അത് മാറും, തമ്മിലടിയൊക്കെ കഴിഞ്ഞവർ കൂട്ടുകാരായിട്ട് ഇണങ്ങി പോയിക്കോളൂ. ഒരു കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ഒരു തല്ലുകൊടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോഴേക്കും മാറിക്കോളും. അങ്ങനെ ഇറക്കി വിട്ടേക്കാണ്. അപ്പോൾ ഇവരിപ്പോൾ അതുപോലെ കൂടും ഇവരൊക്കെ വലുതായി തുടങ്ങി. ഒരുമാതിരി ഇതൊക്കെ പേട്ട കുഞ്ഞുങ്ങളാണെങ്കിൽ എല്ലാവരും കൂടി ഒത്തിരി, എന്നാലും അത്യാവശ്യം പഴയത് പോലെ അല്ല, ഒന്ന് വലുതായി തുടങ്ങിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അതിൻ്റെ ഉള്ളിലിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ പുറത്തോട്ട് ഇറക്കിയതാണ്. അത് തലയ്ക്കിട്ട് അപ്പുറത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കി ആ കൂട്ടി തന്നെ തിരിച്ചു കയറാൻ വേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതങ്ങനെ ഇടന്ന് അതിൻ്റെ ഇടയിലേക്ക് തലയിട്ടൊക്കെയാണ്. അപ്പോൾ ഭയങ്കര മേട് സാധനങ്ങളാണ് നിങ്ങൾ തലയിട്ട് നോക്കി. മേടെന്ന് പറഞ്ഞാൽ ഭയങ്കര മേടാണ്. അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണെങ്കിൽ അവിടെ നിന്ന് ചാടും, ഇവിടെ നിന്ന് ചാടും. ഏതിൻ്റെ ഇട്ടേക്കൂടി ചെറിയൊരു ഓട്ട കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ കൂടി പുറത്തിറങ്ങുള്ളൂ. പോകില്ല. പുറത്തിറങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ സൈഡ് ചുറ്റുവരത്തന്നെ ഇങ്ങനെ കറങ്ങി കിടക്കും. അതിൻ്റെ ഉള്ളിൽ തിരിച്ച് കയറാനായിട്ട് ഇറങ്ങാനുള്ളൊരു വ്യഗ്രത കാണിക്കും. തിരിച്ച് കയറാനായിട്ട് ഇറങ്ങി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൽ കൂട്ടിൽ നിന്ന് പുറത്ത് പുതിയൊരു ലോകത്തോട്ട് വന്നേക്കുന്നത്. തിരിച്ച് ആ കൂട്ടിലോട്ട് തന്നെ കയറാൻ ശ്രമിക്കും, നടക്കൂല. അപ്പോൾ ഞാൻ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് കിടക്കണത്. പുറത്തിറങ്ങുമ്പോൾ മറ്റുള്ള കോഴി പിടിച്ച് കൊത്തും. ഇപ്പോൾ അപ്പുറത്തെ കൂട്ടിൽ വലിയ കോഴികൾ കിടക്കണത്. അതിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്കൊരു തോണ്ടിനുണ്ടാവുള്ളൂ. ഇവരെല്ലാവരും കൂടി ഒരു സൈഡിലോട്ട് വന്ന് ഒരു സൈഡിലോട്ട് വന്ന് നിൽക്കുകയാണ്. ഇവർ തെക്ക് വശത്ത് നിൽക്കുന്നത്, മറ്റവർ വടക്ക് വശത്തൊക്കെയാണ്. ഇതിൻ്റെ ഇടയിലോട്ട് നമ്മൾ നാടൻ പൂവനാണ് വന്നേക്കുന്നത്. അവൻ അതിൻ്റെ ഇടയിൽ എന്താണ് കൊത്തിപ്പറക്കാനായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ സൈഡിൽ എന്താണ് തിന്നാൻ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ശാസ്ത്രനെ ഇടുന്നത്, ശാസ്ത്രനെ പിടിച്ച് എല്ലാത്തിനെയും കൊടുത്തു. ഞാൻ അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ശാസ്ത്രനെ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഇവരെ ഇങ്ങനെ ഇറക്കിയേക്കണം, ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടിട്ട് റെഡിയാക്കി അതിനകത്തോട്ട് ഇവരെ ഇറക്കിയേക്കണം. ഇവർ 2 ടീമിന് അതിനു മുമ്പ് കുറച്ച് ദിവസം മുമ്പ് നമ്മളെ ഗ്രാമലക്ഷ്മി, നാടൻ, അസിൽ ക്രോസ്, കൈരളി അവരെയൊക്കെ പുറത്തോട്ടിറക്കി. അവരെ പുറത്തോട്ടിറക്കിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ ഇവരെയും കൂടി ഇറക്കിയേക്കാണ് സൊണാലി നാടൻ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ആകുമ്പോൾ ഈ കൂട്ടി കിടന്നോളും എല്ലാവരും കൂടി. ബാക്കിൽ സ്പേസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടി ഇവിടെ വന്ന് കിടക്കുകയാണ്. അങ്ങോട്ട് പോകാനായിട്ട് അവർക്ക് സ്ഥലമുണ്ട്. അവർ അങ്ങോട്ട് പോകുന്നില്ല. അവർ ഇവിടെ തന്നെ വന്ന് ഈ മൂട്ടിൽ വന്ന് നിൽക്കും, മറ്റവർ ആ മൂട്ടിലും പോയി, ആ ദിക്കിലും പോയിക്കും. ഒരുമിച്ച് നിൽക്കാനുള്ള ഇവർ എല്ലാവരും ഇവിടെ, മറ്റവരവിടെ. അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇണങ്ങിക്കോളും. എല്ലാവരും കൂടി ഇണങ്ങി തല്ലെടുത്തും കൊത്തുപിടുത്തമൊക്കെ ഉണ്ടാവും ഇവിടെ. അതേ സ്വാഭാവികമാണ്, അതുണ്ടാവും. കൊത്തുപിടുത്തം ഉണ്ടാവും, ചിലപ്പോൾ കൊത്തും, 2-3 ദിവസം കൊത്തും. അത് കഴിയുമ്പോൾ പിന്നെ ഇണങ്ങും. അപ്പോൾ ഇന്ന് സൊണാലി നാടൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവച്ചത്. സൊണാലി നാടനെ പുറത്തോട്ട് ഇറക്കിയൊക്കെയാണ് അവരെ ഒരുമിച്ച് അങ്ങോട്ട്